ഹൗ ദി ഡിഫറെന്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ആർ കമ്മിങ് ഇൻ ടു ഇന്ത്യ. ഇന്ത്യയിലേക്ക് FDI അല്ലെങ്കിൽ FPIs വരുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂട്ടാണ്. ഫസ്റ്റ് വൺ ഓട്ടോമാറ്റിക് റൂട്ട്, സെക്കൻഡ് വൺ ഗവൺമെന്റ് റൂട്ട്. ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാതിരി ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ. ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു FDI അല്ലെങ്കിൽ FPI ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ യാതൊരു അപ്രൂവലും ആവശ്യമില്ലാത്ത റൂട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ഈസിനെസ് ഉണ്ട്. എന്താ? അവർക്ക് അപ്രൂവലിന് അപ്ലൈ ചെയ്യേണ്ട, അപ്രൂവൽ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട. വെനെവർ ദേ ആർ ഇൻട്രസ്റ്റഡ് ദേ ക്യാൻ ഇൻവെസ്റ്റ്, വെനെവർ ദേ ആർ ഇൻട്രസ്റ്റഡ് ദേ ക്യാൻ വിഡ്രോ their investment, which is called automatic route. എന്തുകൊണ്ടാണ് ഓട്ടോമാറ്റിക് റൂട്ട് ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചാൽ റീസെന്റ് ഡേയ്സിൽ ഗവൺമെന്റ് കൂടുതൽ സെക്ടേഴ്സിനെ ഏത് കാറ്റഗറിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്? ഓട്ടോമാറ്റിക് റൂട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് റൂട്ട് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വി ആർ മൂവിങ് മോർ ആൻഡ് മോർ ടുവേർഡ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടിബിലിറ്റി. ഓക്കെ ആണോ? കൂടുതൽ ഓട്ടോമാറ്റിക് റൂട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ എന്താ? ഓട്ടോമാറ്റിക് റൂട്ട് കൂടുതൽ എടുക്കും തോറും റെസ്ട്രിക്ഷൻ ഓൺ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വുഡ് ബി ലെസർ. ഓക്കെ ആണോ കണക്ട് ചെയ്യുന്നത്? കൂടുതൽ ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ് മീനിങ്? ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് റെഡ്യൂസ് ചെയ്യാണ്. ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി എന്ന് പറയുക. ശരിയല്ലേ? ദെൻ ഒബ്വിയസ്ലി വാട്ട് വുഡ് ബി ഗവൺമെന്റ് റൂട്ട്? ഇന്ത്യയിലേക്ക് ചില സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ്മെന്റ് വരണമെങ്കിൽ ആരുടെ പ്രിയോർ അപ്രൂവൽ എടുക്കണം? ഗവൺമെന്റിന്റെ അപ്രൂവൽ എടുക്കണം. അത് ചില സെക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ ചില സെക്ടേഴ്സിൽ ഒരു പർട്ടിക്കുലർ ലിമിറ്റിന് മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് പലതരത്തിലുള്ള ലിമിറ്റുകൾ പറയാറുണ്ട് കേട്ടോ. 26, 49, 74, ദെൻ 100. ചില സെക്ടേഴ്സിൽ 100% അല്ലെങ്കിൽ 100% ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് അലൗ ചെയ്യുന്ന സെക്ടേഴ്സ് ഉണ്ട്. ചില സെക്ടേഴ്സിൽ മാക്സിമം എത്രയാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അലൗഡ് ഉള്ളൂ? 74. ഈ നമ്പറിനൊക്കെ ഓരോ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഓരോ തരം മെജോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള 26 എന്ന് പറയുന്നത് 25+1, 49 എന്ന് പറയുന്നത് 50-1, 74 എന്ന് പറഞ്ഞാൽ 75-1. ഓരോരോ മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട നമ്പറാണ് കേട്ടോ. നമ്പർ നിങ്ങൾ ഫോക്കസ് ചെയ്യണ്ട. ചില സെക്ടേഴ്സ് ആണെങ്കിൽ ഗവൺമെന്റ് എന്ത് പറയും? മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് ത്രൂ ഓട്ടോമാറ്റിക് റൂട്ട് ഈസ് അലൗഡ് 49. ചില സെക്ടേഴ്സ് ആണെങ്കിൽ എന്ത് പറയും? മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് ത്രൂ ഓട്ടോമാറ്റിക് റൂട്ട് ഈസ് അപ് ടു 26. ഈ 26 വരെ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആശയമുണ്ട്. 26% വരെയാണെങ്കിൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണ്ട. 26-ന് എബവ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ ആരുടെ അപ്രൂവൽ വേണ്ടി വരും? ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണ്ടി വരും. ഒരു പോയിന്റ്. ഇനി റീസെന്റ് ഡേയ്സിൽ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് റൂട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ചേഞ്ച് ഞാൻ പറയാം. ഇന്ത്യയുടെ നൈബറിംഗ് കൺട്രീസ് ആണെങ്കിൽ, ഇന്ത്യയുടെ നൈബറിംഗ് കൺട്രി എന്ന് പറയുമ്പോൾ ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ, ഇതേപോലെ ഇന്ത്യയുടെ നൈബറിംഗ് കൺട്രീസിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഓട്ടോമാറ്റിക് റൂട്ടിൽ വരാൻ പാടില്ല. അത് ഏത് റൂട്ടിൽ തന്നെ വരണം? ഗവൺമെന്റ് റൂട്ടിൽ. ഇപ്പൊ 2021 ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ചേഞ്ച് ആണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പോളിസിയിൽ. ഇന്ത്യയുടെ നൈബറിംഗ് കൺട്രീസിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടെങ്കിൽ അത് ഏത് റൂട്ടിലൂടെ മാത്രമായിരിക്കണം? ഗവൺമെന്റ് റൂട്ടിലൂടെ ആയിരിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഒരു ചേഞ്ച് അത് സ്ലൈഡിൽ ഇല്ല കേട്ടോ, നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. FDI FPI നമ്മൾ എടുത്തു. നൗ വി ആർ മൂവിങ് ടു ഫോറിൻ ട്രേഡ് പോളിസി. ഞാൻ ഈ ഫോറിൻ ട്രേഡ് പോളിസി എന്നൊരു ഭാഗത്ത് ഇവിടെ കവർ ചെയ്തിട്ടുള്ളത് 2023 വരെയുള്ള കുറച്ച് ഡാറ്റയും സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കേട്ടോ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ കറണ്ട് അഫെയറിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് വേണം നിങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കാൻ. യു ഹാവ് ടു അപ്ഡേറ്റ് നോട്ട്സ് പ്രോപ്പർലി. ഒന്നല്ലെങ്കിൽ ഈ സെയിം നോട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൽ എന്ത് ഓൾഡ് ഡേറ്റാസ് മാറ്റി പുതിയ ഡേറ്റാസ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ മാറ്റേണ്ട ഭാഗത്തിന്റെ സെപ്പറേറ്റ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ഓവർ ദി പീരിയഡ് ഈ ബേസിക് നോട്ട് നല്ലൊരു നോട്ടാണ്. ഒരുവിധപ്പെട്ട എല്ലാ കണ്ടന്റുകളും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഇതിലെ പഴയ ഡേറ്റ മാറ്റി പുതിയ ഡാറ്റ ആഡ് ചെയ്യുക. കറണ്ട് അഫെയറിൽ നിന്ന് ഈ ഓരോ ഭാഗത്ത് വരുന്ന ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവർ ദി പീരിയഡ് ഒരു കോംപ്രിഹെൻസീവ് നോട്ട് കിട്ടും. അല്ലാതെ ഞാൻ ഈ പഠിപ്പിച്ച 2024 നോട്ട് 2027 നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലെ ബേസിക് കണ്ടന്റ് ആണ് എന്തുണ്ടാവുള്ളൂ? നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുണ്ടാവുള്ളൂ. ഈ പറയുന്ന കണ്ടന്റ് എല്ലാം എന്തായിട്ടുണ്ടാവും? എക്സ്പയർഡ് ഡേറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും. എക്കണോമിയിൽ ഓരോ വർഷവും എന്ത് സംഭവിക്കുന്നുണ്ട്?
പുതിയ പുതിയ ഡേറ്റയും സ്റ്റാറ്റിസ്റ്റിക്സും എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും ഞാനിവിടെ ഉപയോഗിക്കുന്ന ഡേറ്റയോ സ്റ്റാറ്റിസ്റ്റിക്സോ പഠിക്കരുത്. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വാല്യൂ വേണം പഠിക്കാൻ. ഓക്കെ ആണോ? ക്ലിയർ അല്ല? ലെറ്റ്സ് കം ടു ഫോറിൻ ട്രേഡ് പോളിസി. ഫോറിൻ ട്രേഡ് പോളിസി അല്ലെങ്കിൽ നമ്മൾ മെയിൻസിൽ ഇൻഡസ്ട്രിയൽ പോളിസി എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഫോറിൻ ട്രേഡ് പോളിസി ആണെങ്കിൽ ഇന്ത്യയിലെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, എക്സ്പോർട്ട് ആവാം ഇമ്പോർട്ട് ആവാം, പ്രധാനമായിട്ട് നമ്മൾ എന്തിനായിരിക്കും ഫോക്കസ് ചെയ്യുക? വിച്ച് ഈസ് ഗുഡ് ഫോർ അവർ എക്കണോമി, എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട്? എക്സ്പോർട്ട്. ഇപ്പൊ ഫോറിൻ ട്രേഡ് പോളിസി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ട് എങ്ങനെ കോമ്പറ്റീറ്റീവ് ആക്കാം, ഇന്ത്യയുടെ എക്സ്പോർട്ട് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, ഇത്തരം പർപ്പസിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് ഫോം ചെയ്യുന്ന പോളിസീസിനെ വിളിക്കുന്ന പേരാണ് ഫോറിൻ ട്രേഡ് പോളിസി. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചേഞ്ചസ് റീസെന്റ് ഡേയ്സിൽ എടുത്തിട്ടുള്ള പോളിസീസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ അല്ലേ? അതിൽ ഒരു ഇമ്പോർട്ടന്റ് ചേഞ്ച് ആണ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വിത്ത് UAE, ഓസ്ട്രേലിയ. വി ആർ ഓൾസോ നെഗോഷിയേറ്റിംഗ്, ഏറ്റവും കറന്റ് അപ്ഡേറ്റ്, വി ആർ നെഗോഷിയേറ്റിംഗ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വിത്ത് UK, യൂറോപ്യൻ യൂണിയൻ വേറൊരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ എന്താണ് ഈ പറയുന്ന പേര്? നിങ്ങൾക്ക് ഫെമിലിയർ അല്ലല്ലോ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരട്ടെ. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കൺട്രീസ് ഉണ്ടാവും, XY. ഓക്കെ അല്ല? XY. എക്സ് എന്ന് പറയുന്ന ഒരു കൺട്രി വൈയിലേക്ക് എന്ത് ചെയ്യാണ്? എക്സ്പോർട്ട് ചെയ്യാണ്. എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, വൈയിൽ അത് എത്തുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും? ഈ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിന് ഒരു ടാക്സ് ഉണ്ടാവും. കറക്റ്റ് അല്ലേ? അതുപോലെ എക്സ് എന്ന് പറയുന്ന ഒരാൾ വൈയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. സിമിലർലി ഇമ്പോർട്ട് ചെയ്യുമ്പോഴും എക്സിൽ എത്തുമ്പോൾ അത് എന്തുണ്ടാവും? ഇതിന് നിങ്ങൾ എക്സാമ്പിൾ എടുത്തു. ഇവിടെയാണെങ്കിൽ ഞാൻ എക്സാമ്പിൾ എടുക്കുകയാണ്, ഇന്ത്യ, UAE. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് കാണാം, ഇന്ത്യയുടെ സെക്കൻഡ് ലാർജസ്റ്റ് എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ ആണ്, സെക്കൻഡ് ലാർജസ്റ്റ് ഇമ്പോർട്ട് ഡെസ്റ്റിനേഷനും ആണ്. കറക്റ്റ് അല്ലേ? ഇത്തരത്തില് ഇന്ത്യയും UAEയും ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഇന്ത്യയിൽ നിന്ന് UAEയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ചില കൊമോഡിറ്റീസിനും UAEയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ചില കൊമോഡിറ്റീസിനും ഒന്നല്ലെങ്കിൽ ടാക്സ് കംപ്ലീറ്റ് ഒഴിവാക്കും, അല്ലെങ്കിൽ വളരെ സ്മോൾ പെർസെൻറ്റേജ് ടാക്സേഷൻ ആക്കും. വളരെ സ്മോൾ പെർസെൻറ്റേജ് ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ഒഴിവാക്കിയാൽ എന്താണ് അഡ്വാൻറ്റേജ്? ബാക്കിയുള്ള രാജ്യങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ UAEയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കത് ചീപ്പർ ആവും, ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ UAEക്കും അത് ചീപ്പർ ആവും. അൾട്ടിമേറ്റ് എന്താണ് സംഭവിക്കുക? ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് ഇംപ്രൂവ് ചെയ്യും, എക്സ്പോർട്ടും ഇമ്പോർട്ടും മൾട്ടി ടൈംസ് ഇൻക്രീസ് ചെയ്യും. ഇത്തരം എഗ്രിമെന്റിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. കൺസെപ്റ്റ് വളരെ ക്ലിയർ അല്ലേ? എന്താണ്? രണ്ട് രാജ്യങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ട്രേഡ് ബാരിയേഴ്സ്, ടാക്സ് എന്ന വാക്ക് മാറ്റി ഞാൻ പുതിയൊരു വാക്ക് കൊണ്ടുവന്നു. എന്താണ്? ട്രേഡ് ബാരിയേഴ്സ്. രണ്ട് രാജ്യങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമാണ് എന്ത്? ടാക്സസ്. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി. ആ കസ്റ്റംസ് ഡ്യൂട്ടി എടുത്തു കളഞ്ഞിട്ടാണ് നമ്മൾ GSTയിൽ ആരെ കൊണ്ടുവന്നിട്ടുള്ളത്? ആലോചിച്ച് പറയും. കസ്റ്റം ഡ്യൂട്ടി എടുത്തു കളഞ്ഞിട്ടാണ് നമ്മൾ GSTയിൽ ഒരാളെ കൊണ്ടുവന്നിട്ടുള്ളത്, IGST, ഇന്റഗ്രേറ്റഡ് GST. കറക്റ്റ് അല്ലേ? ഇത്തരത്തിലുള്ള പല ടാക്സ് ബാരിയേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബൈലാറ്ററൽ ട്രേഡ് അല്ലെങ്കിൽ ട്രേഡ് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള എഗ്രിമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് FTA. ഓക്കെ അല്ലേ? Next important change, part of our foreign policy, we have, or central government created a particular index which is called Export Preparedness Index. ഇപ്പൊ ഇതിൽ ടോപ്പിൽ നിൽക്കുന്നത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട് പോലെയുള്ള സ്റ്റേറ്റ്സ് ഒക്കെയാണ്. എക്സ്പോർട്ട് പ്രിപ്പയർഡ്നെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിനും ഏതെല്ലാം പ്രൊഡക്റ്റ് ആണ് എക്സ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതെന്ന് നോക്കും. അതേപോലെ ഓരോ സ്റ്റേറ്റിലും ഏതെല്ലാം സ്റ്റേറ്റുകളാണ് ഏറ്റവും ക്വാണ്ടം നല്ല രീതിയിൽ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കും. ഇപ്പൊ ഇവര് പെർഫോമൻസിനനുസരിച്ച് എന്ത് ചെയ്യും? ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. ആ ടോപ്പ് പെർഫോമിംഗ് സ്റ്റേറ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി എന്തുണ്ടാവും? പുറം രാജ്യത്തിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടെങ്കിൽ അവർ ആദ്യം ആർക്കാണ് പ്രിഫർ ചെയ്യുക? ഏറ്റവും നന്നായിട്ട് എക്സ്പോർട്ട് ക്വാളിറ്റി കാണിക്കുന്ന സ്റ്റേറ്റിനായിരിക്കും. അപ്പൊ സ്റ്റേറ്റുകൾ തമ്മിൽ എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ ഒരു കോമ്പറ്റീഷൻ ഡെവലപ്പ് ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു ഇൻഡെക്സ് ആണ് എന്ത്? എക്സ്പോർട്ട് പ്രിപ്പയർഡ്നെസ് ഇൻഡെക്സ്. ഇത്തരം മെഷേഴ്സിനെ നമ്മൾ എന്ത് എന്നാണ് പേര് പറയുക? നിങ്ങൾ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ സ്റ്റേറ്റുകൾ തമ്മിൽ കോമ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു വാക്ക് ഫെഡറലിസത്തിൽ വന്നിട്ടുണ്ട്. എന്താണ് അതിന് പറയാ? കോമ്പറ്റേറ്റീവ് ഫെഡറലിസം.
ഈ കോമ്പറ്റേറ്റീവ് ഫെഡറലിസത്തിന് എക്സാമ്പിൾ ആണ് എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ട് യൂണിയൻ ഗവൺമെന്റ് സ്റ്റേറ്റിന് പല ഇൻഡിസസ് ഫോം ചെയ്യാറുണ്ട്. അതേപോലെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് യൂണിയൻ ഗവൺമെന്റ് ഓരോ സ്റ്റേറ്റിനെയും പല പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. എക്സ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റുകളെ പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ സ്റ്റേറ്റുകൾ തമ്മിൽ കോമ്പീറ്റ് ചെയ്യുന്ന ഈ ഒരു ന്യൂവർ കൺസെപ്ഷനെ വിളിക്കുന്ന പേരാണ് കോമ്പറ്റേറ്റീവ് ഫെഡറലിസം. ഇതെല്ലാം ജസ്റ്റ് കേട്ട് കേട്ട് പോവാടാ. ഇതെല്ലാം നമുക്ക് മെയിൻസ് ഒക്കെ ഒരു ആൻസർ വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ഡേ വി ഹാവ് ഡിസ്കസ് റിഗാർഡിങ് ഡീഡോളറൈസേഷൻ അല്ലെ. എന്തായിരുന്നു ഡീഡോളറൈസേഷൻ? ഇന്റർനാഷണൽ ട്രേഡില് ഡോളറിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഹെജ് മണി കുറച്ച് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് ഡീഡോളറൈസേഷൻ. ഇതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ കൗണ്ടർ പാർട്ടിനെയാണ് ഞാൻ എന്തെന്ന് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നത്? ഇന്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പി. ഇന്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പി. എന്താണ് ഈ ഇന്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പി എന്ന് പറയുന്ന കൺസെപ്റ്റ്? ഇന്ത്യ മറ്റു പല രാജ്യങ്ങളുമായി ട്രേഡ് നടത്തുന്ന സമയത്ത്, ട്രേഡ് എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് ആവാം, ഇമ്പോർട്ട് ആവാം, ട്രേഡ് നടത്തുന്ന സമയത്ത് കൂടുതലായി ഇന്ത്യൻ കറൻസി അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പി യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പി. പണ്ട് കാലത്താണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ പൂവർ എക്കണോമിക് കണ്ടീഷനിലുള്ള ഒരു രാജ്യമായിരുന്നു. ഇന്ത്യസ് റോൾ എന്ന് പറയുന്നത് വേൾഡ് മാർക്കറ്റിലും വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇന്ത്യ ഇസ് ദി 5th മോസ്റ്റ് ലാർജസ്റ്റ് എക്കണോമി, മോസ്റ്റ് പോപ്പുലസ് കൺട്രി. ഇന്ത്യൻസ് ആർ വർക്കിംഗ് ഓൾ ഓവർ ദി വേൾഡ്. ഇന്ത്യ ആക്ട് ആസ് എ ലീഡർ ഓഫ് ഗ്ലോബൽ സൗത്ത്, ഗ്ലോബൽ സോഫ്റ്റ് പവർ. മിക്കവാറും ഇന്റർനാഷണൽ ഫ്ലോറാസിലൊക്കെ ഇന്ത്യയുടെ പ്രസൻസ് ഉണ്ട്. അപ്പൊ ഇന്ത്യക്ക് അത്യാവശ്യം ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് വേൾഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ. ഓവർ ദി പീരിയഡ് അപ്പൊ ഇന്ത്യ ഇതിനോട് ഇക്വാലന്റ് ആയിട്ട് എന്ത് പ്രൊമോട്ട് ചെയ്യാണ്? ഞങ്ങളുടെ റോളിനോട് ഇക്വാലന്റ് ആയിട്ട് ഞങ്ങളുടെ കറൻസി നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരാണ്. അല്ലെങ്കിൽ പ്രധാന പ്രശ്നം, എല്ലാ ഇന്റർനാഷണൽ ട്രാൻസാക്ഷനും ഡോളർ ഉപയോഗിക്കും. ഡോളർ ഉപയോഗിക്കുമ്പോൾ ഡോളർ ഇറക്കുന്ന രാജ്യത്തിനല്ലേ എപ്പോഴും ഇമ്പോർട്ടന്റ്? ഒരു രാജ്യത്തിന് മാത്രമല്ല, അല്ലെങ്കിൽ യൂണി പോളാർ ആയിട്ടുള്ള ഒരു വേൾഡ് ഓർഡർ മാറ്റി മൾട്ടി പോളാർ ആയിട്ടുള്ള ഒരു വേൾഡ് ഓർഡറിലേക്ക് വരുന്ന ഒരു കൺസെപ്റ്റിന്റെ ഭാഗമാണ് എന്താണ് യൂണി പോളാറും മൾട്ടി പോളാറും. യൂണിപോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ പവർ മൊത്തം ഒരു സിംഗിൾ കൺട്രീസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. ഏറെക്കുറെ US എപ്പോ പോസ്റ്റ് വേൾഡ് വാർ 2 എന്താണ് ബൈപോളാർ കണ്ടീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. USA ആൻഡ് ദെയർ അലൈസ് അല്ലെ, അവരാണ് എന്ത്? ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ്. നെക്സ്റ്റ് വൺ, സോവിയറ്റ് യൂണിയൻ ആൻഡ് ദെയർ അലൈസ്, സോഷ്യലിസ്റ്റ് കൺട്രീസ്. 1990s എന്തുണ്ടായി? ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ആ ഒരു ഫെഡറേഷൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ഒരു ഈസ്റ്റ് യൂറോപ്പിൽ കുറെ ഇൻഡിപെൻഡന്റ് കൺട്രീസും വന്നു, റഷ്യയും വന്നു. അതോടുകൂടി ബൈപോളാർ ആയിരുന്ന വേൾഡ് ഓർഡർ, റഷ്യയുടെ പവർ കുറഞ്ഞു. ബൈപോളാർ ആയിരുന്ന വേൾഡ് ഓർഡർ വീണ്ടും എന്തായിട്ട് മാറി? യൂണിപോളാർ ആയിട്ട് മാറി. അപ്പൊ വേൾഡ് വാർ 2 മുന്നായിരുന്നെങ്കിൽ ഗ്ലോബൽ പവർ എവിടെയായിരുന്നു? യൂറോപ്പിലായിരുന്നു. കറക്റ്റ് അല്ലേ? യൂറോപ്പ് എന്ന് പറയുമ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി അതേപോലെയുള്ള ഏരിയാസിലായിരുന്നു പവർ. ഓവർ ദി പീരിയഡ് ഈ പവർ ഇങ്ങനെ മാറി 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 ഇപ്പൊ വീണ്ടും കോൾഡ് വാർ 2.0 അല്ലെങ്കിൽ വീണ്ടും ഒരു ബൈപോളാറിലേക്ക് വരാണ്. US ഓൺ വൺ സൈഡ് ആൻഡ് ചൈന ഇസ് ഓൺ ദി അതർ സൈഡ്. ചൈന ആൻഡ് റഷ്യ ഓൺ ദി അതർ സൈഡ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ഇത്തരത്തില് യൂണിപോളാർ ആണെങ്കിലും അതേപോലെ തന്നെ ഡ്യുവൽ പോളാർ ആണെങ്കിലും ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ദി വേൾഡ് പൊളിറ്റിക്സ്. എന്ത് വേണം? പല രാജ്യങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ഉള്ള ഒരു സിറ്റുവേഷൻ വേണം, വിച്ച് ഈസ് കോൾഡ് മൾട്ടി പോളാർ വേൾഡ്. മൾട്ടി പോളാർ വേൾഡിലെ ഏറ്റവും നല്ല ആശയം എന്ന് പറയുന്നത് വേൾഡ് ഓർഡർ എവിടെ നിന്ന് കൊളോണിയലിസം തുടങ്ങി ഈ ഒരു സമയം വരെ വേൾഡ് ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? ഹിസ്റ്ററിയോ ജോഗ്രഫി അല്ല. ആരാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എക്കണോമി ഈസ് പ്ലേയിങ് വൈറ്റൽ പാർട്ട് അല്ലെ. വൈ കോളനൈസേഷൻ ഹാപ്പൻഡ്? ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് മൾട്ടിഫോൾഡ്. കറക്റ്റ് അല്ലേ? പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്തിന്റെ ആവശ്യമുണ്ട്? ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണമെങ്കിൽ എന്ത് വേണം? മാർക്കറ്റ് വേണം. എവറിത്തിങ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ എക്കണോമി. സോ വി ഹാവ് ടു ചേഞ്ച് ദി എക്കണോമിക് ഓർഡർ. എങ്ങനെ? ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ചെയ്യാണ് ഞങ്ങൾ പരമാവധി ട്രാൻസാക്ഷന് സമ്മതിക്കുന്ന രാജ്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ട്രേഡ് നടത്തുമ്പോൾ ഡോളറിന് പകരം ഇന്ത്യൻ രൂപയും അവരുടെ കറൻസിയും ഉപയോഗിക്കും. ദാറ്റ് ഈസ് ദി ബേസിക് കൺസെപ്റ്റ് ഓഫ് ഇന്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പി. ഓക്കെ അല്ലേ? ഇന്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പിയുടെ ഭാഗമായിട്ട് RBI
ജൂലൈ 2020 ഒരു ഇമ്പോർട്ടൻറ്റ് സർക്കുലാർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ആ സർക്കുലാറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇന്ത്യ വേറൊരു രാജ്യമായിട്ട് എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്ലോബൽ ട്രേഡ് നടത്തുന്ന സമയത്ത് മാക്സിമം നമ്മൾ എന്താണ് ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിൽ ഇന്ത്യ റുപ്പീനൊരു ഇന്റർനാഷണൽ കറൻസി ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ഈ ആശയങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. 2022 എന്ന് പറയുമ്പോൾ വെരി റീസെന്റ് ഡേയ്സിലാണ് RBI എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ഈ ഇന്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പി. ഈ ഇന്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പി എന്നൊരു ആശയം സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം റഷ്യ-ഉക്രൈൻ വാറാണ്. റഷ്യ-ഉക്രൈൻ വാർ നടന്നപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദി എൻറ്റയർ ഇഷ്യൂ വാസ് വൺ സൈഡഡ്? റഷ്യ മാത്രമല്ല, ഉക്രൈനും ദി വെസ്റ്റ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസും അതിലൊരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി മേ ബി the aggression from Russian part would be higher. ഒരു വാറ് നടക്കുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞാലല്ലേ വാറ് നടക്കുള്ളൂ. അല്ലാതെ ഒരാൾ മാത്രം ഇഷ്യൂ ഉണ്ടാക്കി അവിടെ വാറ് നടക്കില്ല. അവിടെ പീസാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യം വേറൊരു രാജ്യത്തിനെ കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷനിൽ എത്തുള്ളൂ. ഇപ്പൊ രണ്ട് സൈഡിൽ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ അൾട്ടിമേറ്റ് എക്കണോമിക് സാങ്ഷൻ ആരുടെ മുകളിലായിരുന്നു? റഷ്യക്ക് മാത്രമായിരുന്നു. അതിന്റെ പ്രധാന കാരണം ദി എൻറ്റയർ വേൾഡ് എക്കണോമി ഈസ് കൺട്രോൾഡ് ബൈ ഡോളർ, US ആൻഡ് യൂറോപ്യൻ കൺട്രി. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഭാവിയിൽ വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു രാജ്യത്തിന്റെ എക്കണോമിക് സ്പിയറിലുള്ള കൺട്രോൾ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം. ആ ഒരു ആശയത്തിന്റെ ഭാഗമായിട്ടാണ് പോസ്റ്റ് റഷ്യ-ഉക്രൈൻ വാർ RBI പതുക്കെ ചില സ്ലൂ ഓഫ് മെഷേഴ്സ് എടുക്കാൻ തുടങ്ങി. ഇന്ത്യ റുപ്പീസിനെ ഒരു ഇന്റർനാഷണൽ കറൻസി ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഐ അഗൈൻ റിപ്പീറ്റ്, presently India rupee is not an international currency. We are trying to make India rupee an international currency. Okay അല്ലേ? ഒരുപാട് ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ആ ഒരു ഐഡിയാസിൽ എടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി എടുത്തു അല്ലെ? നോസ്ട്രോ ആൻഡ് വോസ്ട്രോ അക്കൗണ്ട്. ഇന്റർനാഷണൽ റുപ്പി അല്ലെങ്കിൽ ഇന്ത്യ റുപ്പി ട്രേഡിങ്ങിന് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? നോസ്ട്രോ അല്ലെങ്കിൽ വോസ്ട്രോ അക്കൗണ്ട് വേണം. ഐഡിയ ക്ലിയർ അല്ലേ? ഇന്ത്യ റഷ്യയും തമ്മിലാണ് ട്രേഡ് നടത്തുന്നതെങ്കിൽ റഷ്യയിലെ സെൻട്രൽ ബാങ്കിൽ എന്തുണ്ടായിരിക്കും? ഇന്ത്യൻ ഗവൺമെന്റിന് ഒരു അക്കൗണ്ട് ഉണ്ടാവും, അതിൽ റൂബിൾ ഉണ്ടാവും. ഇനി റഷ്യ ഇന്ത്യയിലെ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങും, അതിൽ എന്തുണ്ടാവും? ഇന്ത്യൻ റുപ്പി ഉണ്ടായിരിക്കും. ട്രേഡ് നടത്തുമ്പോൾ ഈ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് വാങ്ങും, റൂബിള് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. ഓക്കെ അല്ലേ കൺസെപ്റ്റ്? ഒന്ന് വായിച്ചു നോക്കി. വേറെ ഒന്നുമില്ല കേട്ടോ, പുതിയ ആശയങ്ങളൊന്നും പറയുന്നില്ല. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ചാപ്റ്റർ ചോദിച്ച മോളെ, നോസ്ത്രോ വോസ്ത്രോ എന്ന് പറയുമ്പോ ആ ടേം റഷ്യൻ ആയതുകൊണ്ട് അത് ഈ റഷ്യയിൽ മാത്രമുള്ളതാണോ സ്പെസിഫൈ ചെയ്യുന്ന അക്കൗണ്ടുകൾ? മാത്രമില്ല, കൂടുതലായിട്ട് നമ്മൾ റഷ്യ ഇന്ത്യ ട്രേഡിന് അത് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഈ സെയിം വേർഡ് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കും? ഇന്ത്യ വേറൊരു രാജ്യമായിട്ട് ഇതേപോലെ റുപ്പി ദാറ്റ് കൺട്രീസ് കറൻസി ട്രേഡ് നടത്തുമ്പോൾ ജനറലി ഉപയോഗിക്കുന്ന വാക്കാണ് കേട്ടോ. അത് റഷ്യ ആയിട്ട് അർത്ഥമല്ല. നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു ടൂൾ ഉപയോഗിച്ചത് പോസ്റ്റ് 2022 റഷ്യയുമായുള്ള ട്രേഡിന് ഉപയോഗിച്ചു. സോ ദാറ്റ് ടേം ഗോട്ട് പോപ്പുലറൈസ്ഡ്. അത്രയേ ഉള്ളൂ കേട്ടോ മീനിങ്.